ഹായ്. ഞാനിന്ന് ഗുരുദേവിനെ കുറിച്ചാണ് പറയുന്നത്. ആരാ ഗുരുദേവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവി? അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. ഗുരുദേവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതാരാ? അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ഗാന്ധിജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പിന്നെ അതുപോലെ എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാ? എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചു ജവഹർലാൽ നെഹ്റു. പിന്നെ അദ്ദേഹത്തിന് ഒരു തൂലികാനാമം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലികാനാമം? ഭാനുസിംഹൻ. ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം 1901 ശാന്തി നികേതൻ ആരംഭിച്ചത്. 1901 രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ചത്. ഇനി അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാ? ഗോര. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഗോര. പിന്നെ കാബൂളിവാല. പിന്നെ ദി പോസ്റ്റ് ഓഫീസ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് അല്ലേ? ദി പോസ്റ്റ് ഓഫീസ്. പിന്നെ ഗാർഡിനർ, ടാഗോറിൻ്റെ പുസ്തകമാണ് ഗാർഡിനർ. പിന്നെ ഗോൾഡൻ ബോട്ട്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ഗോൾഡൻ ബോട്ട്. പിന്നെ കിങ് ഓഫ് ദി ഡാർക്ക് ചേംബർ, എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കിങ് ഓഫ് ദി ഡാർക്ക് ചേംബർ. ഇതെല്ലാം ടാഗോറിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അതുപോലെ അദ്ദേഹമാണ് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങൾ എഴുതിയത്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഏതാ? അമർ സോന ബംഗ്ല എഴുതിയത് ടാഗോറാണ്. അതുപോലെ നമ്മുടെ ദേശീയ ഗാനം ഏതാ? ജനഗണമന എഴുതിയും ടാഗോറാണ്. ടാഗോർ അത് ജനഗണമന എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബ മാസികയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. തത്വബോധിനി പത്രിക, ദേവേന്ദ്രനാഥ ടാഗോർ പ്രസിദ്ധീകരിച്ചിരുന്നൊരു മാസികയാണ് തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രികയിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അത് ഭാരത് വിധാത എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഭാരത വിധാത എന്നറിയപ്പെടുന്ന ജനഗണമനയാണ്. പിന്നെ അതിനെ ടാഗോർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പോൾ അതിനെ വിളിച്ചത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നും ഭാരത വിധാത എന്നും അറിയപ്പെട്ടത് ജനഗണമനയാണ്. അപ്പോൾ 1911 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് ആ ജനഗണമന ആലപിക്കുന്നത്. നമ്മൾ 1950 നമ്മുടെ ജനുവരി 24 അതിനെന്ത് ചെയ്തു? നമ്മുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചു.